തിരുവനന്തപുരത്ത് സ്കൂൾ വളപ്പിൽ കുട്ടികൾ നട്ടുവളർത്തിയ പച്ചക്കറി മോഷ്ടാക്കൾ കൊണ്ടുപോയി. തൈക്കാട് മോഡൽ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ കൃഷിയിടത്തിലാണ് കള്ളൻ കയറിയത്. വിദ്യാർത്ഥികളുടെ പരാതി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇടപെട്ടു. അന്വേഷിക്കാൻ പോലീസിനോടും നിർദ്ദേശിച്ചു. ഉമേഷ് ബാലകൃഷ്ണനുണ്ട് തൈക്കാട് മോഡൽ സ്കൂളിൽ നിന്ന്. ഉമേഷ്, വല്ലാത്തൊരു ഗതികേടല്ലേ കള്ളന്റെ? പിള്ളേരുണ്ടാക്കിയ പച്ചക്കറിയാണ് ഇവർ മോഷ്ടിച്ചിട്ട് പോകുന്നത്. ആരാണ് ഇതിന് പിന്നിൽ നിന്ന് കണ്ടെത്താനായിട്ടുണ്ടോ ഉമേഷ്? കീർത്തന, ഒരു വിഷമമുള്ള എന്നാൽ ഒരു പക്ഷേ പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്തയാണ്. അതായത് വിഷമം, ഇവർ കഷ്ടപ്പെട്ട് കൃഷി ചെയ്ത ഒരു കൃഷിയിടം, ആ കൃഷിയിടത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഇത് ഇവിടെ മാത്രമല്ല, ഇതിന് ചുറ്റും കൃഷിയിടമുണ്ട്. വളരെ നന്നായി പരിപാലനം ചെയ്ത് കുട്ടികൾ, അതായത് LP സ്കൂളിലെ കുട്ടികളാണ്. LP സ്കൂളിലെ കുട്ടികൾ അവർ ഇത്തരത്തിൽ കൃഷി ചെയ്ത് വിളയിച്ചെടുത്ത കോളിഫ്ലവറും വഴുതനയും എല്ലാം നല്ല രീതിയിൽ വിളയിച്ചെടുത്തതാണ്. ഇത് കഴിഞ്ഞ ദിവസം രാത്രി ഒരു മോഷ്ടാവ് എത്തി ഇവിടെ ഉണ്ടായിരുന്നു. ഏകദേശം 32 കോളിഫ്ലവർ ഉണ്ടായിരുന്നു, വഴുതന ഉണ്ടായിരുന്നു. ഇവയെല്ലാം മോഷ്ടിച്ചു കൊണ്ടുപോയി. വളരെ കുട്ടികൾക്ക് അത് വലിയ വിഷമം ഉണ്ടാക്കുന്ന കാര്യവുമാണ്. എന്തായാലും ആ കുട്ടി കർഷകർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അവർ വലിയ വിഷമത്തിലാണ്. എന്തായാലും അവരുടെ വിഷമം കണ്ടിപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി ഇടപെട്ടിട്ടുണ്ട്. ഹായ്, നിങ്ങൾ വലിയ വിഷമത്തിലായിരുന്നു അല്ലേ ഇന്നലെ വരെ? നല്ല വിഷമത്തിലായിരുന്നു. 32 ഉണ്ടായിരുന്നു, 2 ഉണ്ട്. അത് 2 വളരുന്നേ ഉള്ളൂ. 30 കാണാനില്ല. ആരോ കൊണ്ടുപോയി. നല്ല സങ്കടമുണ്ട്. നമ്മൾ കൊച്ചു പിള്ളേർ മുതൽ നഴ്സറി മുതൽ 4ാം ക്ലാസ് വരെയുള്ള പിള്ളേർ, ടീച്ചർമാരും PTA ചെടിക്ക് വെള്ളമൊഴിക്കുന്നതായിരുന്നു. ശനിയാഴ്ചയും ഞായറാഴ്ചയും പിള്ളേർ വരില്ലെങ്കിലും ടീച്ചർമാരും PTA ഒക്കെ ഇവിടെ ഉണ്ടാവും. അവർ ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ സ്വന്തം അനിയനെയും ചേച്ചിനെയൊക്കെ പോലെ കണ്ടിരുന്ന കോളിഫ്ലവറിനെയാണ് ഇപ്പോൾ കാണാനില്ലാത്തത്. വലിയ വിഷമമുള്ള ഉണ്ടാക്കുന്ന കാര്യമാണല്ലേ? കഴിഞ്ഞ ദിവസം വന്നപ്പോഴാണ് ഇത് കാണുന്നില്ലേ, കോളിഫ്ലവർ ഒന്നും ഇല്ലാത്ത? കാണാതായത് 2 ദിവസം അവധിക്ക് ശേഷം തിങ്കളാഴ്ച വരുമ്പോഴല്ലേ? തിങ്കളാഴ്ച വരുമ്പം 2 വളർന്നു വരുന്നതേ ഉള്ളൂ. ബാക്കി എല്ലാം കാണാതായി. ഫസ്റ്റ് വന്ന സുന്ദര ടീച്ചറാണ്. പിന്നെ ശ്വേത വെള്ളം ഒഴിച്ചുകൊണ്ട് വന്നപ്പോഴാണ് കണ്ട. പിന്നെ ഞാൻ വന്നു. പിന്നെ സുന്ദര ടീച്ചറടുത്ത് നമ്മൾ പറഞ്ഞു. സുന്ദര ടീച്ചറാണ് എല്ലായിടത്തും പറഞ്ഞ് ശരിയാക്കിയത്. ഇല്ലായിരുന്നു. ഇനി CCTV വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. 2 പ്രാവശ്യം പറഞ്ഞു. ഉറപ്പായിട്ടും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ടീച്ചർ കൂടി ചേർന്ന്, ടീച്ചറാണ് എല്ലാത്തിനും നേതൃത്വം നൽകുന്നത് അല്ലേ? ടീച്ചർ ഈ കുട്ടികളുടെ വിഷമം കണ്ട് ഒരു മന്ത്രിക്ക് ഒരു കത്ത് അയക്കുന്നു. കുട്ടികൾ തന്നെ അതിൽ മന്ത്രി ഇടപെടുകയും ചെയ്തു. പിന്നെ ഇത്രയും സ്പീഡപ്പായിട്ട് ഈ കാര്യത്തിലൊരു ഇടപെടലുണ്ടായല്ലോ. അല്ലെങ്കിലും മന്ത്രി ഞങ്ങളോടൊപ്പം തന്നെയാണ്, കുട്ടികളോടൊപ്പം തന്നെയാണെന്ന് അറിയാം. ഇന്നലെ ഈ വിഷയം കണ്ടുടനെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളാണ് കത്തെഴുതി അയച്ചത്. അപ്പോൾ ഇന്ന് വിദ്യാഭ്യാസ വകുപ്പിനും പോലീസിനും ഒക്കെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്തായാലും ഇത്തരം അനുഭവങ്ങൾ ഇനി ഉണ്ടാവാതിരിക്കട്ടെ. ഞങ്ങളൊരു കോളിഫ്ലവർ നഷ്ടപ്പെട്ടു എന്നതിൻ്റെ അപ്പുറം ഈ കുട്ടികളുടെ അധ്വാനമല്ലേ, അവരുടെ സന്തോഷമല്ലേ, അത് നശിപ്പിച്ചവർക്കെതിരെ എന്തായാലും നടപടി എടുത്തേ തീരൂ. എന്തായാലും ഞങ്ങൾ ഇതുകൊണ്ടൊന്നും മതിയാക്കുന്നില്ല. കൃഷി ഇനിയും പൂർവാധികം ശക്തമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. അതിലിതൊന്നൊരു തടസ്സമേ അല്ല. കൃഷി എല്ലാവർക്കും കൃഷി ചെയ്യാനൊക്കെ ഇഷ്ടമാണോ? കൃഷി ചെയ്യാൻ ഇഷ്ടമാണോ? ആണ്. എന്തൊക്കെയാ ചെയ്യാറ്? ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കും. എന്തൊക്കെയാണ് നിങ്ങൾ ഇവിടെ വന്ന് കൃഷിയെ പരിപാലിക്കാൻ വേണ്ടി ചെയ്യുന്നത്? നമ്മൾ വെള്ളമൊക്കെ ഒഴിക്കും. എല്ലാ രാവിലെ വൈകിട്ടും വെള്ളം ഒഴിക്കും. നമ്മൾ നന്നായിട്ട് ചെക്കും ചെയ്യും, എന്തെങ്കിലും പുഴുവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോയെന്ന്. അങ്ങനെ എല്ലാം വളർത്തിക്കൊണ്ട് വന്നതാണല്ലേ ഇതെല്ലാം? അപ്പോൾ നമ്മൾ ഒരു ദിവസം വന്നപ്പോഴാണ് കണ്ടത് നമ്മുടെ കോളിഫ്ലവർ. ആദ്യം നമ്മൾ നോക്കിയപ്പോൾ 5 കണ്ണില്ലായിരുന്നു. അപ്പോൾ നമ്മൾ അത്ര വലിയ വിഷയമൊന്നും ആക്കിയില്ല. എന്നിട്ട് നമ്മൾ വേറൊരു ദിവസം വന്ന് നോക്കിയപ്പോൾ അത് അത്രയും കാണാതെ. 5 പോയപ്പോൾ വിഷം ആരെങ്കിലും എടുത്തിട്ടുണ്ടാവുമെന്ന് കരുതി കാണുമല്ലേ? പിന്നെ 32 പോയപ്പോൾ വിഷമായി. എങ്ങനെയാ മോനും വിഷമായോ? വിഷമായോ? വീട്ടിലൊക്കെ പോയി പറഞ്ഞോ? ടീച്ചർ ഞങ്ങളുടെ 2ാം ക്ലാസ്സിൻ്റെ ഗ്രൂപ്പിൽ തന്നെ ഇട്ട് എല്ലാവരും അതൊക്കെ അറിഞ്ഞ്. പിന്നെ ഇന്നലെ വന്നായിരുന്നു, അവരൊക്കെ നോക്കി. എന്നിട്ട് അങ്ങനെ ഇനിയിപ്പോൾ എന്തായാലും ചെടിക്ക് വെള്ളം ഒഴിക്കുന്നതിൽ കുറവൊന്നുമില്ലല്ലോ. ഇത് കോളിഫ്ലവർ ഇതൊക്കെ പോയെങ്കിൽ എല്ലാവരും രാവിലെ ഒന്ന് വെള്ളം ഒഴിക്കില്ലേ? അതെ. ഉറപ്പാണോ എല്ലാവരും വെള്ളം ഒഴിക്കോ? ഒഴിക്കും. ഉറപ്പാണ്. അവരുടെ ഒരു വലിയ അധ്വാനത്തിന്റെ ഫലം കൂടിയാണ് എന്തായാലും ഈ കാഴ്ച. അതാണ് നമുക്ക് പ്രതീക്ഷ നൽകുന്നത്. വലിയൊരു രസകരമായ ഒരു പച്ചക്കറിത്തോട്ടം. ഈ പച്ചക്കറികളെല്ലാം കൈകൊണ്ട് തൊട്ട് അനുഭവിച്ച് വളർത്തിക്കൊണ്ട് വന്നതാണ്. എന്തായാലും ഈ മോഷ്ടാക്കൾ അവർ എന്തായാലും ഈ കുട്ടികളോട് ചെയ്ത വലിയ അനീതിയാണ്.
കുട്ടികൾ ഈ വലിയ പ്രതീക്ഷയോടുകൂടി വളർത്തിക്കൊണ്ടുവന്നാണ്. അതെല്ലാം ഈ 32 കോളിഫ്ലവർ എന്ന് പറയുന്ന ഈ വരിയിലുള്ള എല്ലാ കോളിഫ്ലവറും പോയിട്ടുണ്ട്. എന്തായാലും എല്ലാ വരിയിലും ഈ പൂർണ്ണമായി നല്ല രീതിയിൽ വിളവെടുക്കാൻ പാകത്തിന് പൊടിച്ചു നിന്നതാണ്, അതാണ് വിളഞ്ഞു നിന്നതാണ്, അതാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടു പോയത്.